ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് 2 ഡയമെൻഷണൽ പ്രൊജക്ഷൻ മെത്തേഡാണ് എന്തായിരിക്കും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്, അല്ല പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കൊരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് തന്നിട്ട് അതിൻ്റെ ഡിഫറൻറ്റ് വ്യൂസിനെ ഒരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിലേക്ക് നമ്മൾ എന്തായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്തായിരിക്കും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വ്യൂവിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ ഇപ്പം ഒരു ഐസോമെട്രിക് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം സാധാരണ ഒരു ഒബ്ജക്റ്റ് 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് എടുത്താൽ അതിന് 6 വ്യൂസ് കാണും. അതായത് ഇപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന് 6 ഫേസസ് കാണും. അപ്പോൾ 6 ഫേസസിൽ നിന്നുള്ള 6 വ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ 3 വ്യൂസേ കൺസിഡർ ചെയ്യാത്തുള്ളൂ. അതായത് ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ, 4 വ്യൂസ് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പം നമുക്കതിൽ ബാക്കിയുള്ള 2 വ്യൂ ഏതാണെന്ന് ചോദിച്ചാൽ ബാക്ക് സൈഡ് വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടം വ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ 6 വ്യൂസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ മെയിനായിട്ടും ഹൈറ്റ്, അതുപോലെ തന്നെ വിഡ്ത്ത്, ഡെപ്ത്ത് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രിൻസിപ്പൽ വ്യൂസ് എന്ന് പറയുന്ന മെയിനായിട്ടുള്ള പ്രിൻസിപ്പൽ വ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും ഫ്രണ്ട്, ടോപ്പ്, റൈറ്റ് സൈഡ് വ്യൂ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ, ഇതൊക്കെയാണ് എന്തായിരിക്കും പ്രിൻസിപ്പൽ വ്യൂസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കതിൽ മെയിനായിട്ടും ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഈ വ്യൂസിനെ ബേസ് ചെയ്ത് നമുക്ക് എന്തായിരിക്കും അതിൻ്റെ പ്രിൻസിപ്പൽ സൈഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് സൈഡ്സ് എന്ന് പറയുന്നത് ഈ വിഡ്ത്ത് അല്ലെങ്കിൽ എന്തായിരിക്കും ഡെപ്ത്ത്, ഹൈറ്റ് ഇവയൊക്കെ ആയിരിക്കും. നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്രിൻസിപ്പൽ ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഹൈറ്റ്, ഡെപ്ത്ത്, വിഡ്ത്ത് ഇവയൊക്കെ ആയിരിക്കും. ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക, 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചിട്ടുണ്ട്, ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, ഇവിടെ നോക്കുമ്പോൾ ഉള്ള വ്യൂ അല്ലേ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ്സ് ഉണ്ട് അല്ലേ, ഈ സൈഡ്സിന് പാരലായിട്ട് നമ്മൾ ലൈൻസിനെ ഇമാജിൻ ചെയ്യാറുണ്ട്. ആ ലൈൻസാണ് എന്തായിരിക്കും പ്രൊജക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ നോക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് എന്തായിരിക്കും ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു ഏരിയനെ നമുക്കൊരു പ്ലെയിനിലേക്ക് എന്തായിരിക്കും പ്രൊജക്റ്റ് ചെയ്യണം. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇമാജിനറി ആയിട്ട് നമ്മൾ പ്രൊജക്റ്റേഴ്സ് കൺസിഡർ ചെയ്യും. ഈ പ്രൊജക്റ്റേഴ്സ് എല്ലാം തമ്മിൽ എന്തായിരിക്കും പാരലായിരിക്കും, എല്ലാം പാരലായിട്ടുള്ള പ്രൊജക്റ്റേഴ്സ് ആയിരിക്കും. ഈ പ്രൊജക്റ്റേഴ്സാണ് നമ്മളൊരു പർട്ടിക്കുലർ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് അവിടെ ഈ ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ എന്തായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഒബ്സർവർ കാണും. നമ്മൾ ഒബ്സർവർ ആയിരിക്കും, ഇത് ഒബ്ജക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലായിരിക്കും, ആ പ്ലെയിനിലേക്കായിരിക്കും ഇതിൻ്റെ ഈ ഒരു ഷേപ്പ്. അപ്പോൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും നമ്മൾ എന്തായിരിക്കും ഫ്രണ്ട് വ്യൂ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിൻ്റെ ഓരോ വ്യൂസ് വരയ്ക്കുമ്പോഴും അതുപോലെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, അത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആയിക്കോട്ടെ റൈറ്റ് സൈഡ് വ്യൂ ആയിക്കോട്ടെ, ഏത് വ്യൂ വരച്ചാലും നമ്മൾ അതിൻ്റെ എക്സാക്ട് സൈസ് അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റിയൽ സൈസ് അല്ലെങ്കിൽ ആക്ച്വൽ സൈസിലായിരിക്കും നമുക്കതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ ഈ ഫ്രണ്ട് വ്യൂ ആ ആക്ച്വൽ സൈസിൽ തന്നെയായിരിക്കും പ്രൊജക്റ്റ് ആകുന്നത്, സെയിം സൈസിൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എന്തായിരിക്കും ടോപ്പ് വ്യൂവിലാണെങ്കിലും ആ ഒരു സൈസിൽ തന്നെയായിരിക്കും നമുക്ക് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ കിട്ടുന്നത്, റൈറ്റ് സൈഡ് ആണെങ്കിലും ലെഫ്റ്റ് സൈഡ് ആണെങ്കിലും. അതായത് ഇപ്പം പ്രൊജക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചിരിക്കുന്ന എന്തായിരിക്കും പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ആയിരിക്കും. അതായത് നമ്മൾ വരയ്ക്കുന്ന ഓരോ വ്യൂസിനെയും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ആ ഒരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ, ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്ലെയിൻ ഉണ്ട് അല്ലേ, ആ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റേഴ്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ വ്യൂസിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി നിങ്ങൾ ക്വാഡ്രൻസ് നോക്കാം, ഡിഫറെൻറ്റ് ക്വാഡ്രൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ ആയിരിക്കും, VP എന്ന് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ HP എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയിരിക്കും, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേർഡ് ക്വാഡ്രൻറ്റിലേക്ക് വരുവാണെങ്കിലും നമുക്ക് എന്തായിരിക്കും ഇങ്ങനെ HP, VP ഒക്കെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കതിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് നമ്മൾ മെയിനായിട്ടും ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒബ്സർവർ ഇവിടെ നിന്നായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഒബ്സർവർ, ഒബ്ജക്റ്റ്, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇപ്പോൾ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ VP ആയിരിക്കും. ഫ്രണ്ട് വ്യൂവിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയിൻ ആയിരിക്കും, വെർട്ടിക്കൽ പ്ലെയിൻ. ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇതിന് മുകളിൽ നിന്നുള്ള വ്യൂ ആയിരിക്കും. അപ്പം പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെഡിൽ കാണിച്ചിരിക്കുന്ന പ്ലെയിൻ ആയിരിക്കും. ഇനി നമ്മൾ സൈഡ് വ്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഇമാജിനറി പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ പ്ലെയിൻ നമ്മൾ പ്രൊഫൈൽ പ്ലെയിൻ എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു തരുന്നത് തന്നെയാണ് ഇവിടെ കാണിച്ച ഈ ഒരു VP അല്ലേ, ഇത് പ്ലെയിനാണ്, ഇത് HP, ഇതും പ്ലെയിനാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് മാറ്റി വരയ്ക്കുവാണ്, ആക്സിസ് ആയിട്ട് വരയ്ക്കുവാണ് അല്ലേ. ഇത് ഹൊറിസോണ്ടൽ ആക്സിസ്, ഇത് വെർട്ടിക്കൽ ആക്സിസുമായിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യുകയാണ്. ഇത് പ്ലെയിനാണ് സംഭവം, ശരിക്കും പ്ലെയിനാണ്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്സ്. അപ്പോൾ ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുന്നു, ഈ പ്ലെയിനിലേക്ക് നമ്മൾ എന്തായിരിക്കും പ്രൊജക്റ്റ് ചെയ്യും.
മിക്കവാറും ഡ്രോയിങ്സ് എല്ലാം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ തന്നെയാണ് വരയ്ക്കാറുള്ളത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ. ഇനി നിങ്ങൾ സെക്കൻഡ് ക്വാർട്ടറിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ വരും അല്ലേ. നമ്മൾ നേരത്തെ പറയാമായിരുന്നു ഒബ്സർവറെ ഒബ്ജക്റ്റ് അല്ലേ. ഇവിടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഷേപ്പുള്ള ഒബ്ജക്റ്റ് വെക്കാം. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം അല്ലേ. ഒബ്സർവറെ ഒബ്ജക്റ്റ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ആകുമ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യും, പക്ഷേ ഒബ്സർവർ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒബ്സർവറെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഒബ്ജക്റ്റ് അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി തേർഡ് ക്വാർട്ടറിലാണെങ്കിലും നമ്മൾ ഇവിടെ നിന്നായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്, അതായത് ഒബ്സർവറെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഒബ്ജക്റ്റ്. ഇനി നമ്മൾ ഫോർത്ത് ക്വാർട്ടറിലാണ് ഇവിടെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഒബ്സർവറെ ഒബ്ജക്റ്റ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്. ഓരോ ക്വാർട്ടറിലും ഒബ്സർവർ ഒബ്ജക്റ്റ് പ്ലെയിന് പൊസിഷൻസ് എങ്ങനെ വരുന്നുള്ള ഓർഡർ. ഒബ്സർവർ ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിലും ഒബ്സർവർ ഒബ്ജക്റ്റ് പ്ലെയിന് ഈ ഒരു ഓർഡറിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എബോവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP അല്ലേ. അപ്പോൾ നമുക്കതിൽ എബോവ് HP എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ മുകളിലായിരിക്കും ഫസ്റ്റ് ക്വാർട്ടറിൽ. അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിൻ്റെ ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാർട്ടറിൽ വെച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ മുകളിലും അതുപോലെ തന്നെ എന്തായിരിക്കും വെർട്ടിക്കൽ പ്ലെയിൻ്റെ ഫ്രണ്ടിലും ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ കൺസിഡർ ചെയ്യുക, വെർട്ടിക്കൽ പ്ലെയിന് ഹൊറിസോണ്ടൽ പ്ലെയിൻ അത് മാത്രം കൺസിഡർ ചെയ്യുക. ഇനി ഞാൻ നേരത്തെ ഒരു പ്രൊഫൈൽ പ്ലെയിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ആ പ്രൊഫൈൽ പ്ലെയിൻ ഇവിടെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ പ്ലെയിൻസ് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ സൈഡ് വ്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ വരയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഓൾവേസ് ഇവിടെ നിന്നായിരിക്കും നോക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിനിലേക്കായിരിക്കും നമ്മൾ ഫ്രണ്ട് വ്യൂവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ, ഇത് സൈഡ് വ്യൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്തായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്, നമ്മുടെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് അല്ലേ. അതിന് നമ്മൾ റൈറ്റ് സൈഡ് ഓഫ് ദ ഫ്രണ്ട് വ്യൂവിലേക്കാണ് എന്തായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂവിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പം അത് ഈ PP വന്ന് പ്രൊജക്റ്റ് ആവും. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതിൽ തന്നെ ആഫ്റ്റർ പ്രൊജക്ഷൻ നമുക്ക് ഈ ഒരു പ്ലെയിനെ പ്രൊഫൈൽ പ്ലെയിനെ ഈ ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ HP ഈ ഒരു പ്ലെയിനെ നമ്മൾ ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അതായത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ. ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് അല്ലേ. ഇതിനെ നമ്മൾ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം അത് ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു ഷേപ്പിലായിരിക്കും. ഈ ഒരു സിസ്റ്റം ഓഫ് ഡ്രോയിങ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇത് ടോപ്പ് വ്യൂ ആയിരിക്കും. ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആയിരിക്കും. ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് ഓഫ് ദ ഫ്രണ്ട് വ്യൂവിലായിരിക്കും നമ്മൾ വരയ്ക്കാറ്. ആക്ച്വൽ ഡ്രോയിങ് നമ്മളെല്ലാം പെൻസിൽ യൂസ് ചെയ്താണ് വരയ്ക്കുന്നത്. ഇതിപ്പോൾ നമുക്കൊരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രം വരച്ചിരിക്കുന്നതാണ് ഇങ്ങനെ. അതായത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ. Right side view will be drawn to the front view of the figure.